എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് റോസ് പരിചരണത്തെക്കുറിച്ചാണ്. നഴ്സറിയിൽ നിന്നും റോസാ ചെടി വാങ്ങുമ്പോൾ പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് അത് പെട്ടെന്ന് നശിച്ചു പോകുക എന്നുള്ളത്. എൻ്റെ 1-2 റോസാ ചെടികൾ അങ്ങനെ നശിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു റോസാ ചെടി പരിചരിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ആ അറിവാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. നഴ്സറിയിൽ നിന്നും വാങ്ങിക്കൊണ്ടുവരുന്ന റോസാ ചെടി വീട്ടിലെത്തിച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഈ പൂങ്കുല. ഇതേപോലെ പൂവ് എല്ലാ റോസാ ചെടിയിലും ഉണ്ടാവും. ആ പൂവിനെ മുറിച്ച് കളയണം. പ്രൂൺ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ 5 ലീഫ്ലെറ്റിനോട് കൂടിയ ഇല അതിന് താഴെയായിട്ട് വേണം പ്രൂൺ ചെയ്യാൻ. 2 ഇലകളുടെ ഇടയിലുള്ള ഭാഗം, അതായത് ഇൻ്റർനോഡ്, ആ ഇൻ്റർനോഡിൻ്റെ നടുവിൽ വെച്ചിട്ട് വേണം മുറിക്കാൻ. പ്രൂൺ ചെയ്യുമ്പോൾ നമ്മൾ ചെരിച്ച് വെട്ടണം ഇതേപോലെ. അതെന്തിനാന്ന് വെച്ചാൽ പ്രൂണിംഗ് എന്ന് പറയുമ്പോൾ ചെടിക്കൊരു മുറിവാണ് സംഭവിക്കുന്നത്. ഇതേപോലെ ചെരിച്ച് വെട്ടിയിട്ടുണ്ടെങ്കിൽ ആ മുറിവിൽ വെള്ളം കെട്ടി നിൽക്കില്ല, വെള്ളം വീഴുമ്പോൾ. അപ്പോൾ അത് പെട്ടെന്ന് ഉണങ്ങും, ചെടിക്ക് കേടും സംഭവിക്കില്ല. ഇലകളുടെ ഈ പോർഷൻ ലീഫ് ആക്സിൽ, അവിടെ നിന്നാണ് പുതിയ ഷൂട്ട്സ് ഉണ്ടാവുക. ഏത് സൈഡിലേക്കാണോ ഇല നിൽക്കണേ ആ സൈഡിലേക്കാണ് പുതിയ ബ്രാഞ്ച് വളരുക. ഇനി ഈ ചെടി നമ്മൾ നന്നായി നനച്ചു കൊടുക്കണം. പുതിയ മുളകളൊക്കെ വന്നതിന് ശേഷം മാത്രം മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റിയാൽ മതി. ഇനി നമുക്ക് റോസ് നടാനുള്ള ചട്ടി റെഡിയാക്കാം. കുറച്ച് വലിപ്പമുള്ള ചട്ടി, ഏകദേശം 10 തൊട്ട് 12 ഇഞ്ച് വലിപ്പം വരുന്നൊരു ചട്ടി വേണം തിരഞ്ഞെടുക്കാൻ. ടെറാക്കോട്ടയാണ് നല്ലത്, ചെടിക്ക് ചൂടുണ്ടാവില്ല. പക്ഷേ ടെറാക്കോട്ട എക്സ്പെൻസീവ് ആയ കാരണം നമുക്ക് പ്ലാസ്റ്റിക് ആണെങ്കിൽ ഉപയോഗിക്കാം. ഇനി ഏറ്റവും ബേസിലായിട്ട് വെള്ളം വാർന്നു പോകാനായി നെറ്റിൻ്റെ ഒരു പീസ് വയ്ക്കാം. നെറ്റിൻ്റെ പീസ് അല്ലെങ്കിൽ ചകിരിനാര്, അതും അല്ലെങ്കിൽ ചരൽ, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ചരലാവുമ്പോൾ നമുക്ക് ചട്ടിയിൽ കുറച്ച് സ്ഥലം നഷ്ടപ്പെടും. ഇനി നമുക്ക് പോട്ട് മിക്സ്ചർ നിറയ്ക്കാം. മണ്ണ്, ചകിരിച്ചോറ്, വേർമി കമ്പോസ്റ്റ്, വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം ചേർത്തതാണ് നടീൽ മിശ്രിതം. മണ്ണിൻ്റെ വളക്കൂർ അനുസരിച്ചാണ് നമ്മളതിൽ അടിവളം ചേർക്കേണ്ടത്. ഞാനിപ്പോൾ ചട്ടിയിൽ പകുതിയോളം നടീൽ മിശ്രിതം നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെടി നടാം. ഇത് പ്രൂൺ ചെയ്ത് നിർത്തിയ റോസാണ്. പുതിയ മുളകളൊക്കെ വന്നു. ഇനി നമുക്കിത് മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റാം. ഈ ചട്ടിയിൽ നിന്ന് ചെടി മാറ്റുമ്പോൾ അതിൻ്റെ റൂട്ട് ബോളിന് കേട് തട്ടാത്ത രീതിയിൽ വേണം മാറ്റാൻ. അതിന് ചട്ടിയുടെ സൈഡ് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ, പോട്ട് മിക്സ്ചർ ചട്ടിയിൽ നിന്ന് വിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എടുക്കാൻ എളുപ്പമായിരിക്കും. ചെടി മാറ്റാനായിട്ട് നമ്മുടെ തള്ളവിരലിനും ചൂണ്ടുവിരലിനും ഇടയിൽ ചെടി വരുന്നത് പോലെ മേലേന്ന് പിടിക്കുക. എന്നിട്ട് ചട്ടി ഇൻവേർട്ട് ചെയ്തിട്ട് എടുക്കുക. നമ്മളിപ്പോൾ റോസ് റീപോട്ട് ചെയ്യുമ്പോൾ റോസ് നിൽക്കുന്നത് നല്ല കട്ടിയുള്ള പോട്ട് മിക്സ്ചറിലാണെങ്കിൽ അതിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് കളയാം. റൂട്ടിനെ ഫ്രീ ആക്കാനാണത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വേരിന് കേട് പറ്റരുത്. കാരണം സോയിൽ റൂട്ട് ഇൻട്രാക്ഷൻ വളരെ പ്രധാനമാണ്. വേരിന്, പ്രത്യേകിച്ച് വളരെ സോഫ്റ്റായ ചെറിയ വേരുകൾക്ക്, അതായത് റൂട്ട് ഹെയർസിന് എന്തെങ്കിലും കേട് പറ്റിയാൽ അത് ചെടിയുടെ വളർച്ചയെ ബാധിക്കും. കാരണം റൂട്ട് ഹെയർസിലൂടെയാണ് ചെടിക്ക് ആവശ്യമുള്ള വെള്ളം, പോഷകങ്ങളൊക്കെ മണ്ണിൽ നിന്നും വലിച്ചെടുക്കുന്നത്. അതുകൊണ്ട് മണ്ണ് മാറ്റുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഞാനിവിടെ മണ്ണ് മാറ്റുന്നില്ല, കാരണം ഇത് നല്ലൊരു പോട്ട് മിക്സ്ചറാണ്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ നഴ്സറിയിൽ നിന്നും വാങ്ങുന്ന റോസുകളെല്ലാം ഒട്ടു റോസുകളാണ്, ഗ്രാഫ്റ്റ് ചെയ്തോ ബഡ് ചെയ്തോ മുളപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു പോർഷൻ കണ്ടോ, ഇവിടെയാണ് ഇത് ബഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഇത് ഒരു വൈൽഡ് റോസിൻ്റെ സ്റ്റെമ്മാണ്. അതിൽ നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്ന റോസിൻ്റെ ബഡ് വെച്ച് മുളപ്പിച്ചിട്ടുള്ളതാണ് ഈ ചെടി. ഇതിന് താഴെ നിന്ന് ഷൂട്ട് ബഡ്സ് ഒന്നും മുളയ്ക്കാണ്ട് ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ മുള വരുന്നുണ്ടെങ്കിൽ അത് നാട്ടു റോസിൻ്റെ ആണ്. ഈ ബഡ് കണ്ടില്ലേ, ഇത് വളരാൻ അനുവദിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബഡ് റോസ് നശിച്ചു പോകും. അപ്പോൾ ഇത് വളരാതെ നോക്കണം. ഇങ്ങനെ വളരുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ പറിച്ചു കളഞ്ഞാൽ മതി. പോട്ട് മിക്സ്ചർ നിറയ്ക്കുമ്പോൾ നമുക്ക് ഈ ഭാഗം മണ്ണിട്ട് മൂടാം. ഇത്രയും ഭാഗം ശരിക്കും നമുക്ക് മണ്ണിട്ട് മൂടാം. ഇനി ബാക്കി പോട്ട് മിക്സ്ചർ നിറയ്ക്കാം. അങ്ങനെ പോട്ട് മിക്സ്ചർ നിറച്ച് കഴിഞ്ഞു. കണ്ടില്ലേ, ഈ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് കെട്ടിയിരിക്കുന്ന ബഡിന് തൊട്ട് താഴെ വരെ നമ്മൾ നിറച്ചു. ഇനി നന്നായി നനയ്ക്കണം.
നനയ്ക്കുമ്പോൾ വെള്ളം പെട്ടെന്ന് വാർന്നു പോകുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക. ഇനി ഒരാഴ്ച ഈ ചെടി ഷെയ്ഡിൽ വെക്കണം. കാരണം മണ്ണ് മാറിയതുകൊണ്ട് ചെടിക്കൊരു സ്ട്രെസ് ഉണ്ടായിരുന്നു. അപ്പോൾ വെയിലും കൂടെ വരുമ്പോൾ അത് സർവൈവ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് ഒരാഴ്ച തണലത്ത് വെച്ചതിന് ശേഷം പതുക്കെ വെയിലത്തേക്ക് മാറ്റുക. അതായത് ഒരാഴ്ച കഴിയുമ്പോൾ 1 മണിക്കൂർ മാത്രം വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് ചെടിയെ മാറ്റുക. പിന്നെ 2 മണിക്കൂർ, 3 മണിക്കൂർ, അങ്ങനെ മിനിമം 6 മണിക്കൂർ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് റോസ് സ്ഥിരമായിട്ട് വെക്കുക. നല്ല വേനൽക്കാലത്ത് ഉച്ചവെയിൽ തട്ടാതെ നോക്കുക. കാരണം പൂക്കൾ കരിഞ്ഞു പോകും. ഒരു റോസാ ചെടിക്ക് ഫുൾ ഡേ സൺലൈറ്റ് ആണ് പറയുന്നത്. ഇപ്പോൾ ഫുൾ ഡേ സൺലൈറ്റ് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ രാവിലത്തെ സൂര്യവെളിച്ചം നിർബന്ധമായിട്ടും കിട്ടുന്ന സ്ഥലത്തേ റോസ് വയ്ക്കാവൂ. അല്ലെങ്കിൽ ചെടിയുടെ വളർച്ചയെ ബാധിക്കും. റോസ് റീപോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. അതായത് 1 മാസം വളർച്ചയെത്തിയ നമ്മുടെ റോസാ ചെടിയാണിത്. പുതിയ ഇലകളൊക്കെ നിറയെ വന്നിട്ടുണ്ട്. ചെടി നല്ല ഹെൽത്തിയാണ്. പുതിയ മുട്ടുകളും വന്നിട്ടുണ്ട്. മുട്ടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് കണ്ടാലറിയാം ചെടി വളരെ യങ് സ്റ്റേജ് തന്നെയാണ്. അതായത് ഒട്ടും മെച്യൂറല്ല. ഇലകളൊക്കെ കണ്ടില്ലേ? ഈ ഒരു സ്റ്റേജിൽ നമ്മൾ പൂവിടാൻ അനുവദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി നശിച്ചു പോകും. അതിനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് ഇപ്പോൾ വരുന്ന മുട്ടുകളൊന്നും പൂവാവാൻ അനുവദിക്കാതെ നമ്മൾ പറിച്ച് കളയാണ് നല്ലത്. ഇതിലിപ്പോൾ 2 മുട്ടുകളാണുള്ളത്. ഇത് ഒന്ന് കുറച്ച് വലിപ്പം വെച്ചിട്ടുണ്ട്. പിന്നെ താഴെ ഒരു ചെറിയ മുട്ട് വരുന്നേ ഉള്ളൂ. അത് ഈ 2 മുട്ടുകളും നമുക്ക് പ്രൂൺ ചെയ്ത് കളയാം. വേറെ എവിടെയും മുട്ട് കാണുന്നില്ല. അപ്പോൾ റോസാ ചെടി മെച്ചുർ ആവുന്നത് വരെ ചെടി പൂവിടാൻ അനുവദിക്കരുത്. ചെടി നന്നായി ബുഷിയായി മെച്ചുറായി എന്ന് തോന്നുന്നത് വരെ ഇതേപോലെ വളർന്നു വരുന്ന മുട്ടുകളെല്ലാം നമ്മൾ പറിച്ചു കളയണം. ഒരു റോസാ ചെടി മെച്ചുറാവാൻ ചിലപ്പോൾ 2 മാസം എടുക്കും, ചിലപ്പോൾ 6 മാസം വരെ സമയമെടുക്കാം. അപ്പോൾ എത്ര സമയം എടുത്താലും മെച്ചുറായി എന്ന് നമുക്ക് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം പൂവിടാൻ അനുവദിക്കാം. മുട്ടുകൾ നശിപ്പിക്കുന്നതിലെ സയൻസ് എന്താ വെച്ചാൽ നമുക്കെല്ലാം അറിയാം, ചെടിയിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. ഫോട്ടോസിന്തസിസിൻ്റെ പ്രോഡക്ട്സ്, അതായത് മെറ്റബോളൈറ്റ്സ്, ഇലകളിൽ നിന്ന് വേരിലേക്കും പുതുതായി വളർന്നു വരുന്ന നാമ്പിലേക്കുമാണ് പോകുന്നത് ചെടിയുടെ വളർച്ചയെ സഹായിക്കാൻ. പക്ഷേ ഒരു ചെടിയിൽ പൂവോ കായോ ഉണ്ടായാൽ ഈ മെറ്റബോളൈറ്റ്സ് എല്ലാം ആ പൂവിലേക്കും അഥവാ കായകളിലേക്കുമാണ് പോവുക. അതിനാണ് ചെടി ഇമ്പോർട്ടൻസ് കൊടുക്കുക, വളർച്ചയ്ക്കല്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ റോസാ ചെടിയിൽ സംഭവിക്കാതിരിക്കാനാണ് ഒരു സ്റ്റേജ് വരെ പൂവിടുന്നത് തടയണമെന്ന് നമ്മൾ പറയുന്നത്. റോസാ ചെടിയെ ചട്ടിയിലേക്ക് മാറ്റിയിട്ട് ഇപ്പം 3 മാസമായി. നിങ്ങൾക്കും കാണാം നമ്മുടെ റോസാ ചെടിയിൽ നിറയെ ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്, നിറയെ ഇലകളുണ്ട്, എല്ലാം നല്ല മെച്ചുവറാണ്. ചെടി നല്ല ഹെൽത്തി ആൻഡ് ബുഷിയാണ്. നിറയെ മുട്ടുകളും വന്നിട്ടുണ്ട്. ഈ മുട്ടുകളൊന്നും ഇനി നമ്മൾ നശിപ്പിക്കില്ല. ഇതെല്ലാം നമ്മൾ പൂവിടാൻ അനുവദിക്കും. നമ്മുടെ റോസാ ചെടിയിലെ ആദ്യത്തെ പൂ വിരിഞ്ഞു. കൂടുതൽ മുട്ടുകളിനി വിരിയാനുണ്ട്. നല്ല ഭംഗിയില്ലേ പൂ കാണാൻ? എല്ലാം ഒരാഴ്ചക്കുള്ളിൽ ഇനി വിരിയുമായിരിക്കും. നമ്മുടെ റോസാ ചെടിയിൽ കൂടുതൽ പൂക്കൾ വിരിഞ്ഞു. ഇനി മുട്ടുകൾ വിരിയാനുണ്ട്. കൂടുതൽ മുട്ടുകൾ വളർന്നു വരുന്നുണ്ട്. നല്ല ഭംഗിയില്ലേ എല്ലാം വിരിഞ്ഞ് നിൽക്കുമ്പോൾ കാണാൻ? ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു റോസാ ചെടിയിൽ പൂവിടുന്നത് വരെ എങ്ങനെ പരിചരിക്കണമെന്നതാണ്. പൂവിട്ടതിന് ശേഷമുള്ള പരിചരിക്കേണ്ട വിധം അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.